നമ്മൾ തലേ ദിവസം മുൻകൂട്ടി കാണാത്തതൊക്കെ പിറ്റേന്ന് നടക്കാറുണ്ടോ? അങ്ങനെയുള്ള ദിവസമാണ് ഇന്ന്. ഇനിയിപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം ആമിക്കുട്ടിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാനേ. എന്ന് രാവിലെ ഞാൻ ഈ പാലെടുക്കാൻ വന്നിട്ട് പുറത്തോട്ട് ഇങ്ങനെയുള്ള ഒരു കാഴ്ചയുണ്ട്. അത് കണ്ട് നിൽക്കാൻ എൻ്റെ അമ്പോ എന്ത് രസമാണ്. കുറച്ച് നേരം നിന്നിട്ടാണ് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് പോവാറേ. ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ കറി രണ്ടെണ്ണമാണ്. മോൾക്ക് സാമ്പാർ, അവൾക്ക് ബീഫ് കൂട്ടിക്കൂടാ. തലേ ദിവസം ബീഫ് മേടിച്ചത് ഉണ്ടായിരുന്നേ. അപ്പോൾ അത് നമ്മൾ ഒന്നുകൂടി സവാള ഉള്ളിയൊക്കെ ഇട്ട് ആ മസാലയൊക്കെ കൂട്ടിയിട്ട് അതൊന്ന് വഴറ്റി വരുന്ന സമയത്ത് നമ്മൾ ബീഫ് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. എൻ്റെ അമ്മോ ബീഫ് പിറ്റേ ദിവസം ആകുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റാണ്. എനിക്കും എൻ്റെ മോനും ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് ഞാനും അവന് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇവളെ ഇഷ്ടത്തിന് അവൾക്കുള്ളത് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ റെഡിയായി ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യുകയാണ്. ഇന്ന് ആമിക്കുട്ടിക്ക് ബസ്സിൽ പോകാൻ വയ്യാത്തതുകൊണ്ട് നമ്മളിന്ന് ഓട്ടോയിലാണ് യാത്ര. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് മക്കൾ എന്താ വീഡിയോയിലൊന്നും കാണിക്കാത്തതെന്ന്. ശരിക്കും അവർക്ക് സോഷ്യൽ മീഡിയ വലിയ ഇഷ്ടമുള്ള സംഭവമൊന്നുമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. അപ്പോൾ അടുത്തിരുന്ന കുഞ്ഞാവേനെ കുറച്ച് കളിപ്പിച്ചു. അവർ എണീറ്റ് പോയപ്പോൾ ആകെ ബോറായി. പിന്നെ ഞാൻ വെറുതെ ഒന്ന് സ്കെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ നമ്പറും വിളിച്ച് അങ്ങനെ ഡോക്ടറെ കണ്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് തിരികെ ഇറങ്ങി ഓട്ടോയിൽ കയറി. 40 രൂപയ്ക്ക് ഒരു ചൈനീസ് പെന്ന് വാങ്ങിച്ചാണ്. അത് ഉപയോഗിച്ച് ഞാൻ വരച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ അതൊന്ന് ട്രൈ ചെയ്താന്ന് വെച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ വെച്ച് വരച്ചു തുടങ്ങിയത്. പിന്നെ അത് വരയ്ക്കാൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ ഓട്ടോയിൽ കയറിയിട്ടത് കണ്ടിന്യൂ ചെയ്യാതെ എനിക്കൊരു സമാധാനം കിട്ടിയിട്ടില്ല. സൂപ്പറല്ലേ. ഏകദേശം വൈകിട്ട് 4-5 മണിയാവാനായപ്പോൾ വീടെത്തി. എന്നിട്ട് നാളെ രാവിലത്തേക്കുള്ള കുറേ പണികളൊക്കെ ചെയ്ത് വെച്ചു. കാരണം രാവിലെ 8 മണിക്ക് ഡ്യൂട്ടിയുണ്ട്. ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് ലൈഫ് എത്ര ബിസിയാണെന്ന്. ശരിക്കും ബിസിയാക്കി തന്നെ പോകാനാണ് എനിക്കും ഇഷ്ടം. നമ്മളെ ബാധിക്കുന്ന നെഗറ്റീവും കാര്യങ്ങൾ, നമുക്കുണ്ടാവുന്ന സങ്കടങ്ങളൊക്കെ മറികടക്കാനായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ അതിനെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ പോകുന്ന ഒരാളാണ് ഞാനും. നമ്മൾ ടീനേജിൽ കല്യാണം കഴിഞ്ഞുകൊണ്ട് മക്കൾ വലിയ കുട്ടികളായി +1 +2 ആയി. അപ്പോൾ അവരാണിപ്പോൾ ശരിക്കും എൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ. എനിക്കിപ്പോൾ എന്ത് കാര്യവും ഷെയർ ചെയ്താലും അത് ആ രീതിയിൽ അവർ മനസ്സിലാക്കാറായി. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അവരും എന്നോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. ആണ് ഞങ്ങളുടെ കൊച്ചു ജീവിതം. അപ്പോൾ ശുഭം.